ഒരു 10-30 വർഷം മുമ്പാണ് അങ്ങ് ഊട്ടിക്ക് കാലൊക്കെ പറ്റും. ഏയ് വേണോ? വേണ്ട, വേണമെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോ ഓടിക്കാം. അമ്മ ഫ്രണ്ടില് ബെഞ്ചൊക്കെ ഇട്ടിരിക്കുവോ? അറിയുകയും ചെയ്യും, പറയുകയും ചെയ്യും. അതിപ്പോ ഇടാട്ടോ. എന്താ ഓടുമ്പോ പൊക്കോളും. ഓക്കെ. ഓക്കെ. ഇപ്പൊ ചുരിദാറുള്ള പ്രായമൊക്കെ കാരണം എന്താ വെച്ചാൽ ഈ ചട്ടിമുണ്ടില് പ്രൗഢിയൊക്കെ ശരിയാ, സൗകര്യമാണ്. കൈതാ എന്ത് പോസിറ്റീവ് 98 ഏകദേശം. അമ്മച്ചിക്ക് എത്ര വയസ്സായി? നമ്മൾ കുറച്ച് കൊല്ലം കൂടി 10 എത്ര കൊല്ലം മണിക്ക് 10 8 കൊല്ലം അല്ല, എന്റെ കാര്യം പറഞ്ഞു. നമ്മൾ 87 എന്റെ വീട്ടിലുണ്ട് 96 വയസ്സാണ്. കാറ് ഓടിക്കും. അമ്മച്ചിരി തിരുമണി ഹൈറ്റ് ഉണ്ട്. കണ്ണൊക്കെ പോയി, 2 കണ്ണ് കാണില്ലേ? 2 കണ്ണും പോയി. എന്നിട്ട് പിന്നെ കാഴ്ച കിട്ടിയതാണ് ഇത്രയ്ക്ക്. ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വശവും തുറന്നു വന്നിട്ട് കിട്ടിയതാണ് ഇതൊക്കെ. ഇവിടുന്നാണോ തന്നതൊക്കെ? അങ്ങനെ പറയേ. ദൈവം തന്നത്. അല്ല, ഞാൻ ദൈവം ഒരാളെ ഇറക്കണല്ലോ. ദൈവം ഒരാളെ ഉപകരണമാക്കി നമ്മുടെ അസുഖം മാറ്റണം. സാർ റൗണ്ട്സിൽ വരിക. ഇപ്പൊ പോയല്ലോ, ഇവിടെ ഇരിക്കട്ടെ, ഞാൻ വിളിക്കാം. CT സ്കാൻ കഴിഞ്ഞു. ഈ 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ വരും.
നമ്മൾ ഒരു മസാല ദോശ കഴിക്കാൻ വന്നിരിക്കുകയാണ്. CT സ്കാൻ എടുത്തതിന്റെ സന്തോഷത്തിൽ. അതുപോലെ പൊടി പൊടിച്ചു ഹോസ്പിറ്റലില്. നമുക്ക് ഇവിടെ അതിന്റെ സന്തോഷം നമുക്ക് ഇവിടെ കുറച്ച് പൊടി പൊടിക്കാം. ഓണമൊക്കെ അല്ലേ, നമ്മള് മസാല ദോശ കഴിക്കാൻ. ഓണത്തിന്റെ ഒരു പരിപാടി ഈ നാട്ടില് കാണാനില്ല. മറ്റത് ഓണമൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട്? ഓണം ഞായറ് 5-ാം ദിവസം ഓണമാണ്. എന്ത് പരിപാടിയൊക്കെയാണ് പതിവ്. അമ്മ ഓണത്തിന്റെ ഓർമ്മകളെ കുറിച്ച്, അമ്മയ്ക്ക് ഓണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇനി ഓണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ ഓണം കഴിഞ്ഞില്ലേ? CT സ്കാൻ എടുത്തപ്പോ കമ്മലൊക്കെ ഊരി, മാല പിന്നെ ഇട്ടു. കമ്മലിടാൻ കുറച്ച് പാടല്ല, പിന്നെ വീട്ടിൽ ചെന്ന് ഇടാം. ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടം മസാല ദോശയാണ്. അതുകൊണ്ട് മസാല ദോശ തന്നെ ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് മസാല ദോശ, അമ്മ ബിരിയാണി കഴിക്കില്ല, മസാല ദോശയാണ് അമ്മ കഴിക്കുക. ചായയൊന്നും വേണ്ട കേട്ടോ. ചായ വേണ്ടേ? ചായ വേണം. എനിക്കും ചായ വേണ്ട.
മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ എല്ലാവർക്കും പറ്റാതെ ഇവിടെ കാത്ത് രക്ഷിച്ചു വന്നത് പറയുന്നു. 1000 നന്ദി. അപ്പൊ ശരി, വണ്ടി ഒന്ന് കയറ്റിയിടുക, കുളിക്കണം, കുറച്ച് വെള്ളം കുടിക്കണം, ഉറങ്ങണം. ഉറങ്ങില്ല, കുളി കഴിയുമ്പോഴേക്കും ഉറക്കം മാറും, ക്ഷീണം മാറും. ഓക്കെ, ഒരു മിനിറ്റ് ഇരിക്കാം. ഓക്കെ ശരി. ഓക്കെ, മടുത്തു പോയിട്ട് വന്നിട്ട്. അപ്പം ഇനി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ ശരി. അപ്പോൾ ഇനി ഏറ്റവും ഫസ്റ്റ് കുളിക്കണം. അത് കഴിഞ്ഞിട്ടാണ് എനിക്കിനി എന്തെങ്കിലും വ്ളോഗിൽ പറയാനുള്ള ശക്തി ഉണ്ടാകുള്ളൂ. അപ്പോൾ ശരി ശരി. നല്ല പുറത്ത് നല്ല വെയിലും. ഓക്കെ ശരി. ഇതിൻ്റെ ഒരെണ്ണം കാണാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത്ര കാലത്ത് കടന്ന് കുറേ തപ്പിയപ്പം കിട്ടി. കാരണം എവിടെ പോയിന്ന് അറിയാണ്ട്, എവിടെ കാണാണ്ട് പോയിന്ന് അറിയാണ്ടൊരു സമാധാനമില്ല. അപ്പോൾ ഓക്കെ, അത് കിട്ടി, സന്തോഷം. പിന്നെ നടന്നേ, നമുക്ക് ചായയിലിട്ട് കുടിക്കാൻ. ഓ അതിന് വേണ്ടിയല്ലേ? അയ്യോ, സ്വർഗത്തിലെത്തിയോ? ബ്ലറാണല്ലോ. അപ്പം നമ്മൾ പൊറോട്ട മേടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സാമ്പാർ കൂട്ടി കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അയ്യോ, പൊറോട്ടയും ബീഫുമാണ് ഇവർ കഴിച്ചത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കഴിച്ചില്ല, 2 വർഷം കഴിച്ചു. ചിക്കൻ കഴിച്ചു. ഇനി വേറൊരു സാധനം കൂടെ ഉണ്ട്, വട കഴിക്കാമെന്ന് വെച്ച് വന്നപ്പോഴേക്കും ഓക്കെ പ്ലാൻസ് മാറിയപ്പോൾ നമുക്കിപ്പം സാമ്പാറും ഇതും കഴിക്കാം. കമോ വൈകുന്നേരം. What is this? Okay. Na 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 chaya. Okay. Yo. അത് വടയുടെ കൂടെ കഴിക്കാം. വടയും ചിക്കനും അതെങ്ങനെയുണ്ട്? മറ്റേ കോമ്പിനേഷൻ പറഞ്ഞോ? മറ്റേ കോമ്പിനേഷൻ ഞാൻ പറയട്ടെ. ഈ അടുത്ത് ഞാനൊരു കോമ്പിനേഷൻ കണ്ടുപിടിച്ചു, ഈന്തപ്പഴം കടല്. നല്ലൊരു കോമ്പിനേഷൻ, നിങ്ങൾ ട്രൈ ചെയ്യണം. അത് നമ്മൾ മറ്റേ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഡേറ്റ്സിൻ്റെ ഉള്ളിലെ അല്ല അണ്ടിപ്പരിപ്പല്ലേ, ബദാമല്ലേ, അങ്ങനത്തെ സംഭവം ഉണ്ട്. രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കടല ഫില്ല് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അങ്ങനെ കാണിച്ചിട്ടൊരു
എന്നിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് വരണം കയറിയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ കാണിച്ചു തരാം. നല്ലത് വേണം ഒരെണ്ണം കഴിക്കാം. നല്ല ടേസ്റ്റുണ്ട്. പൊറോട്ടയും സാമ്പാറും നല്ലൊരു കോമ്പിനേഷനാണ്. അതായത് ഇത് വടയുടെ കൂടെ കിട്ടിയ സാമ്പാറാണ്. ഇനി വട അവിടെ ബാക്കി ഇരിക്കുന്നുണ്ട്, അപ്പൊ സാമ്പാറില്ല. അപ്പോൾ ഇനി വടയും ചിക്കനും കൂടെ കഴിക്കാം. അങ്ങനെ ഉണ്ടാവുക. വേണമെങ്കിൽ ഡേറ്റ്സ് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കടലയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ കഴിക്കാം. പക്ഷെ എനിക്ക് അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ആദ്യം ബദാം കഴിക്കും. അല്ല, ബദാമല്ല, ആദ്യം ഡേറ്റ്സ് കഴിക്കും, അതിനുശേഷം കടല വായിലേക്ക് ഇടും. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. അമ്മനെ കാണിക്കട്ടെ. ഗസ്റ്റ് അപ്പിയറൻസ് കാണിക്കാം കേട്ടോ. ഗസ്റ്റ് ആയിട്ട് ഇരുന്നോട്ടെ. ഗസ്റ്റ് അപ്പിയറൻസിൽ ഇരുന്നോട്ടെ. എനിക്ക് ഈ കോമ്പിനേഷനുകളെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? ഈ കോമ്പിനേഷനുകളെ കുറിച്ചൊക്കെ ഇതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. പൊറോട്ടയുടെ ഗുണമല്ല, ബീഫാണെങ്കിൽ എന്തെങ്കിലും പറയാം. ഇത് ഒന്നും പറയാനില്ല. പൊറോട്ട വിശക്കുമ്പോൾ കഴിക്കാം. പൊറോട്ട നന്നാകും. പക്ഷേ അതിൻ്റെ ഒരു പൊറോട്ടയും ബീഫും ഫാൻസ് എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ ബീഫ് കഴിക്കില്ല. മമ്മിയും പൊറോട്ടയും ബീഫാണ് കഴിച്ചത്. ഇവർ ബീഫ് കഴിക്കും. പൊറോട്ടയും ബീഫിന് ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനതിലില്ല, നമ്മളതിലില്ല. കണ്ടാൽ മതി. ആ